So can you hear me? Teacher കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? If you're able to hear me, just show me the thumb. Yes, okay. We had some network trouble. Okay, that's why. Yeah, we had stopped the class. That's why. So now it's all right. We'll continue. Okay. Yeah. So, okay, students. So what were we learning? We were learning about our body parts, isn't it? Yes or no? Yeah. We were talking about our knee, isn't it? What is the spelling of knee? K-N-E-E. Knee. Again, next one is leg. How many legs have you got? We have 2 legs, isn't it? 2 legs are there. So what is the spelling of leg? Do you know the spelling of leg? L-E-G. What is it? L-E-G. Leg. Again comes ankle. A-N-K-L-E. Ankle. അതെന്താണ്? ഇത് കണ്ടോ? എന്താ നമ്മൾ മലയാളത്തിൽ പറയാ? ഈ ഭാഗം അല്ലേ? നമ്മുടെ കാൽപാദത്തിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഭാഗമാണ് ആംഗിൾ. കണ്ടോ? പിക്ചറിനകത്ത് കൃത്യം കൊടുത്തേക്കുന്ന കണ്ടോ? ആംഗിൾ. Again comes our toes. T-O-E-S. Toes. അല്ലെ? നമ്മുടെ തണ്ടവിരല്, കാലിന്റെ തണ്ടവിരല്. Then foot. Foot എന്താണ്? നമ്മുടെ കാൽപാദം. Foot spelling F-O-O-T. Foot. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ മക്കളെ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ഒരു ടീച്ചറിനെ ഒന്ന് കാണിച്ചേ, കൈ കാണിച്ചേ. യെസ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് കുഴപ്പമില്ല. അടുത്ത ദിവസം ക്ലാസ് സ്കൂളിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ ഒരു ബോയുടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? Here is a picture of a boy. അല്ലേ? And all the body parts are marked there. എല്ലാ ബോഡി പാർട്സ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ മക്കളെ? കാണുന്നില്ലേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കില്? ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്താ ചെയ്യാം? നോട്ട്ബുക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം ടീച്ചർ പഠിപ്പിച്ചിരുന്ന വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതിയിരുന്നോ? എഴുതിയിരുന്നോ? എങ്കിൽ ബാക്കി ഇന്ന് ടീച്ചർ പറഞ്ഞു തന്ന ഭാഗങ്ങള് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഇനി ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ, നോട്ട്ബുക്കിൽ ഇതുവരെ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? ലെസൺ 1 എഴുതുക, എന്നിട്ട് മൈ ബോഡി എന്ന് എഴുതുക. അതിനുശേഷം കണ്ടോ ഹെഡ്, ഇയർ, മൗത്ത്, നെക്ക്, ചെസ്റ്റ്, stomach, fingers, knee, ankle, toes, eye, nose, chin, shoulder, arm, hand, leg, foot. ഈ പറയുന്ന ബോഡി പാർട്സ് ഒക്കെ എന്ത് ചെയ്യാം? നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഇന്ന് ചെയ്യേണ്ട വർക്കാണ് അത്. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ടീച്ചറിനോട് ചോദിക്കാനുണ്ടോ? മനസ്സിലായില്ല എന്നുണ്ടോ? ആർക്കെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാത്തിമ ജുമാന, അൺമ്യൂട്ട് ചെയ്തേ. ഫാത്തിമ ജുമാന അൺമ്യൂട്ട് ചെയ്യേ. അൺമ്യൂട്ട് ആയില്ലല്ലോ മോളെ. പറഞ്ഞു മോനെ, എന്താ പറ്റിയേ? എന്താ പ്രശ്നം? ഫാത്തിമ പറഞ്ഞോ. ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ, ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഫാത്തിമ
ഇവിടെ പോയി ഫാത്തിമ ജുമാന മോളല്ലേ പറഞ്ഞത്? അത് വീണ്ടും അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ. വീഡിയോ ഓഫ് ആക്കിയല്ലോ. ഇപ്പൊ വീഡിയോ ഓൺ ആക്ക്. വീഡിയോ ഓൺ ചെയ്തേ ഫാത്തിമ. അൺമ്യൂട്ട് ചെയ്തേ. ഇനി ആയില്ല, അൺമ്യൂട്ട് ആയില്ല. ആ ലെഫ്റ്റ് സൈഡിലെ ബട്ടണിൽ പ്രസ് ചെയ്യും. ആയില്ലേ? ആയില്ല. ആയി. ഓക്കെ, പറഞ്ഞോ മോളു. ടീച്ചർ നോട്ട് ബുക്കിലേക്ക് ഇതുണ്ട്. നോട്ട് ബുക്കിലേക്ക് എഴുതിക്കോ. നോട്ട് ബുക്കില് ലെസൺ 1 ഹെഡിങ് കൊടുത്തിട്ട് മൈ ബോഡി എന്ന് എഴുതുക. എന്നിട്ട് ആ പേരുകൾ എഴുതിയാൽ മതി. ബോഡി പാർട്സ്. ഫസ്റ്റ് പേജിലായത് ടീച്ചർ. ഫസ്റ്റ് പേജിൽ നമ്മുടെ ഒന്നാം പാഠം അല്ലേ? ഫസ്റ്റ് പേജില് പറഞ്ഞോ. അല്ല ടീച്ചർ, ഇന്നത്തെ മുന്നത്തെ ക്ലാസ്സിൽ അവൾ ഉണ്ടായിട്ടില്ല. അന്നേരം ഇനി മുന്നേ ക്ലാസ് എടുത്തിട്ടുണ്ടായിനാ, അത് എഴുതണോ? എഴുതണം. ഇതിനു മുമ്പ് ക്ലാസ് എടുത്തായിരുന്നല്ലോ. നമ്മള് ബോഡി പാർട്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അത് എഴുതണമെന്നാ ചോദിക്കുന്നത്. അത് എഴുതണം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലേ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇപ്പൊ വാങ്ങിട്ട് വന്നതേ ഇല്ല. അതെയോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണാമല്ലോ. നമ്മുടെ ഫസ്റ്റ് മൈ ബോഡി പാർട്ട് എന്നും പറഞ്ഞിട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിയാൽ മതി. അതിന് മുന്നേ എഴുതിയിട്ടാണ് ഇത് എഴുതണ്ടേ? കുഴപ്പമില്ല. ആദ്യം മുതൽ എഴുതിയാൽ മതി. ഹെഡ് മുതൽ എഴുതിക്കോ. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ എഴുതിക്കോ. കുഴപ്പമില്ല. അതെയാ? ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ കുറച്ച് വർക്ക് ടീച്ചർ വന്നിട്ടേ. അത് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് എഴുതിയ കുട്ടികൾ ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രം എഴുതിയാൽ മതി. ഒന്നും എഴുതാത്ത കുട്ടികൾ ഉണ്ടാവും. അവർക്കാ ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒന്നിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ക്ലാസ് നെറ്റ് സ്ലോ ആയിട്ട് കുഴപ്പമില്ല കേട്ടോ. അത് നോട്ടില് നെറ്റ് കിട്ടുന്നില്ല. നെറ്റ് സ്ലോ. ഞാൻ ടീച്ചറെ വഴി വിളിക്കാന്നാല്. ഞാൻ ടീച്ചറെ വഴി വിളിക്കാട്ടാ. ആയിക്കോട്ടെ. എന്നെ വിളിച്ചോളൂ. ശരി. എന്റെ ഫോണിലല്ലേ? ഇവിടെ ഓഫീസിലെ ഫോണിൽ വിളിച്ചോ. എന്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടൂല കേട്ടാ. ആയിക്കോട്ടെ. ടീച്ചറുടെ പേരെന്താ? സായ മിസ്സിനെ കിട്ടുമെന്ന് ചോദിച്ചാ മതി. SAYA സായ എന്നാ പേര്. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? അവിടെ ആരാ? ഇർഷാദാണല്ലോ എഴുതുന്നേ. ഭിത്തിയിലാണോ ഇർഷാദ് എഴുതുന്നേ? ഇർഷാദ് എന്താ ഭിത്തി ചുമരിന്മേൽ എഴുതുന്നേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇർഷാദ് അൺമ്യൂട്ട് ചെയ്തേ. ഇർഷാദ് പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാമോ ഇർഷാദ്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇർഷാദ് ആയില്ലല്ലോ. നോട്ട് യെറ്റ്. വന്നില്ല. ഹലോ. ഇവിടെ നെറ്റിന്റെ കുറച്ച് കേൾക്കുന്നില്ല. ഇപ്പോഴും കേൾക്കുന്നില്ല. ടീച്ചർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഇർഷാദ് നേരത്തെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അത് ഇവിടെ എന്തോ നെറ്റിന്റെ കുറച്ച് വിഷയം വരുന്നുണ്ട് ഇടയ്ക്ക്. അതാ പറ്റി പോകുന്നത്.
എന്തായിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോന്? ഇന്ന് പഠിപ്പിച്ചതൊക്കെ പിന്നെ അക്ഷരങ്ങളല്ല പിന്നെ പാർട്സ് ബോഡി ഇതിനെ പാർട്സ്. കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഇന്ന് പഠിപ്പിച്ചത് ബോഡി ഇല്ല, പാർട്സ്. കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല. വാട്സപ്പിൽ ഇടാം കേട്ടോ. വാട്സപ്പിൽ വോയിസ് ക്ലിപ്പ് ഇടാം. ഇല്ല ഇല്ല, ശബ്ദമൊന്നും കേട്ടിട്ടില്ല ടീച്ചർ പറഞ്ഞു. അതെയോ? ഹലോ ടീച്ചറെ, ഇവിടെ നെറ്റ് പോവാ. ടീച്ചറെ ഒന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ നെറ്റ് സ്റ്റഡിയല്ല, നെറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നതേ ഒന്ന് സ്പീഡ് എത്ര കുട്ടികൾ കുറച്ച് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം. ഞങ്ങൾ ഒന്ന് പറഞ്ഞു വിചാരിക്കരുത്. അവര് പെട്ടെന്ന് മനസ്സിലായി എടുക്കണമെങ്കിൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് പാർട്സ് എഴുതേണ്ട എന്തൊക്കെ? ലെഗ് എഴുതിയിട്ടുണ്ട്, പിന്നെ കിനി എഴുതിയിട്ടുണ്ട്, വേറെ എന്തൊക്കെ എഴുതുന്നത്? ലെഗ് ഉണ്ട്. നീ എഴുതിയോ? നീ KNEE നീ. പിന്നെ ലെഗ് എഴുതിയില്ലേ? പിന്നെ ആംഗിൾ ടീച്ചറെ ANKLE ആംഗിൾ. പിന്നെ ഫൂട്ട് ആംഗിൾ ANKLE എഴുതിയോ? ANKLE. അടുത്ത ഫൂട്ട്. അത് തന്നെ എഴുതിയോ? 4 പാർട്സ് ആണോ? പിന്നെ ടോസ് TOES ടോസ്. കിട്ടിയില്ല ടീച്ചർ? TOES കിട്ടിയോ? TOES അല്ലേ? ടോസ് ആണോ? എന്താണ്? ടോസ്. അതെ. ഇന്ന് നെറ്റ്വർക്കിന്റെ പെട്ടെന്നുണ്ടായ ഭയങ്കര വിഷയമാണ്. എനിക്ക് ഇവിടെ ഒട്ടും സ്റ്റഡി ആയിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ വിഷയം വന്നത് കൊണ്ട് മൊത്തത്തിൽ എനിക്കറിയാം കുട്ടികൾക്കൊന്നും ക്ലിയർ ആയിട്ടില്ല എന്ന്. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഇന്ന് അന്ന് 5 വേർഡ്സ് പഠിപ്പിച്ചല്ലേ ടീച്ചറെ? ഇന്ന് 5 വേർഡ്സ് പഠിപ്പിച്ചു. അത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇന്ന് എനിക്ക് തന്നെ തൃപ്തി വന്നിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഓക്കെ. 5 പാർട്സിന്റെ പേരാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം ഇന്ന് തൊട്ടും ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം, കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് അത് റെഡിയാക്കിയാൽ മതി. പിന്നെ നമ്മളെ ജസ്റ്റ് ഇനിയിപ്പോ മനസ്സിലാവാതെ ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ വാട്സാപ്പിൽ. ജസ്റ്റ് വേണമെങ്കിൽ പാഠത്തിന്റെ നോട്ട് ജസ്റ്റ് അങ്ങനെ ആകുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ല. എടുക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലേശം സ്ലോ ആക്കിയാൽ മതി. വേറെ ഒന്നുമില്ല. മനസ്സ് പതിയണ്ടേ, അതുകൊണ്ടാണ്. വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് നമുക്കൊട്ട് സുഖമായില്ല എന്ന് ടീച്ചർക്ക് അറിയാട്ടോ. ഈ ക്ലാസ് ടീച്ചർ അടുത്ത ദിവസം ഒന്നുകൂടി നിങ്ങൾക്ക് എടുത്തിട്ട് തന്നിട്ടേ മുൻപോട്ട് പോവുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും കിട്ടിയില്ല. ടീച്ചർക്കും ഇവിടെ നിങ്ങളെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോവുമായിരുന്നു. നമ്മൾ ലേറ്റായി ക്ലാസ് തുടങ്ങിയപ്പോൾ നെറ്റിന്റെ വിഷയം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഒന്നും പേടിക്കണ്ട, നമ്മളിത് പഠിച്ചിട്ടേ പോകൂ കേട്ടോ. യു ക്യാൻ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സോ ദെൻ ഇന്നത്തെ വാക്കുകൾ ഏതൊക്കെ ബോഡി പാർട്സ് ആണെന്നുള്ളത് ടീച്ചർ ഇന്ന് വാട്സപ്പിൽ ഇട്ട് തരാം. അതോടൊപ്പം അടുത്ത ക്ലാസ് ടീച്ചർ ഒന്നും കൂടി ഇത് പഠിപ്പിക്കും കേട്ടോ. പിന്നെ എനിത്തിങ് എൽസ്? മറ്റെന്തെങ്കിലും ഉണ്ടോ മക്കളെ പറയാൻ? ജൽവ ഫാത്തിമ, എന്താ മോളൂ? അൺമ്യൂട്ട് ചെയ്ത് ജൽവ, അൺമ്യൂട്ട് ചെയ്തോളൂ.
അൺമ്യൂട്ട് പോയോ? ജൽവ ആയില്ലടാ, അൺമ്യൂട്ട് ആയില്ല മോനെ. ആയില്ല കുഞ്ഞെ, അൺമ്യൂട്ട് ആയില്ലല്ലോടാ. ആ പറഞ്ഞോ മോനെ. ആയി പറഞ്ഞോ. ടീച്ചർക്ക് എന്തോ എന്താ ജൽവ, എന്താ പറയുന്നേ? നോട്ട്ബുക്കിൽ എഴുതണല്ലോ ജൽവ. നമുക്ക് എഴുതണം. EVSന്റെ നോട്ടിൽ എഴുതണ്ടേ? ആ അപ്പോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളേ? ഒന്നാം പാഠം നോക്കിയേ, മൈ ബോഡി എന്നുള്ള പാഠം കണ്ടോ? ആ അപ്പോ ആ മൈ ബോഡി എന്നുള്ള പാഠത്തില് ബോഡി പാർട്സ് കണ്ടില്ലേ അവിടെ? ആ നമുക്കപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്കത് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ടേ? ആ നമ്മുടെ EVSന്റെ ഒന്നാം പാഠത്തില് മൈ ബോഡിന്ന് നല്ല വൃത്തിക്ക് എഴുതണേ. നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണേ. ആ പിന്നെ വേറെന്തുണ്ട് വിശേഷം? നല്ല തന്നെ. അപ്പൊ ഓരോ ദിവസം ടീച്ചർ ഓരോ ക്ലാസ്സിൽ 5 വേർഡ്സ് വീതം അല്ലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ? അല്ലേ അല്ലേ ജൽവേ? ആ ഇന്ന് നമ്മൾ ലാസ്റ്റത്തെ 5 പഠിച്ചത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെറ്റ് പോവുമായിരുന്നു. അതുകൊണ്ട് വിഷമിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇത് ഒന്നും കൂടെ പഠിപ്പിച്ചു തരും കേട്ടോ. എന്താ മോളെ? അന്നോട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് കൊറേ സമയം ആക്കുന്നേ. ആ കുഴപ്പമില്ല കേട്ടോ, സാരമില്ലേ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണോ? ഉണ്ടോ മക്കളെ? അൻസേ, അൻസേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൻസേ അൻസേ ആ എന്നാ പറയുന്നു? സുഖാണോ അൻസേ? സുഖാണോ? പിന്നെ വേറെന്തൊരു വിശേഷം? നോട്ട്ബുക്ക് ഉണ്ടോ? ഉണ്ട്. സോണിയ ടീച്ചർ ഉണ്ടോ അവിടെ? പിന്നെ ബുക്കിലോട്ട് എഴുതുവോ? എഴുതിയോ? മെടുക്കി കൊച്ചാട്ടോ. പിന്നെ വേറെ ആർക്കാ എന്തെങ്കിലും പറയാനുള്ള? ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. അടുത്ത ദിവസം ടീച്ചർ ഒന്നും കൂടി ഇതെന്തായാലും എടുത്തിട്ടേ മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ. നമ്മളിത് നല്ലോണം പഠിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട. ടീച്ചർ തിരക്ക് വെച്ച് എങ്ങോട്ട് ഓടൂല കേട്ടോ. നമ്മൾ ഓരോ സ്പെല്ലിങ്ങും പഠിച്ച് പതുക്കെ പഠിച്ചിട്ടേ നമ്മൾ മുൻപോട്ട് പോവുള്ളൂ കേട്ടോ. ഡോണ്ട് വറി. നമ്മൾ ഒന്നിച്ചത് പഠിക്കും അല്ലേ? ഇത് വലിയ സംഭവമൊന്നും അല്ലെന്നേ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഇതിനെ പേടിയുണ്ടോ? ഈ EVSനെ പേടിയുണ്ടോ? പേടിക്കണ്ട കേട്ടോ. നമുക്കതിനെ കീഴടക്കാൻ പറ്റും. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പഠിച്ച് നമ്മൾ നല്ല കുട്ടികളാവും അല്ലേ? ടീച്ചർക്ക് അറിയാം, നിങ്ങൾ UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലോട്ട് വന്നതേ ഉള്ളൂ. പതുക്കെ പതുക്കെ ആവുന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നിങ്ങളെ UKG പിള്ളേരെ പോലെ ടീച്ചർ കാണുന്നില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളാന്നറിയാം, നിങ്ങൾക്ക് പതുക്കെ പറ്റുള്ളൂ എന്നൊക്കെ ടീച്ചർക്ക് അറിയാം. അപ്പോ നമ്മള് പതുക്കെ പതുക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളാവണ്ടേ? അപ്പോ നമ്മള് നന്നായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോ സോ ദെൻ ബൈ. എല്ലാരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? യെസ്. ഗുഡ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇന്ന് അടുത്ത ക്ലാസ് ഒന്നുകൂടെ പഠിപ്പിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഓർത്ത് ആരും വിഷമിക്കും. ഓക്കെ ബൈ.
ബൈ. ബൈ. താങ്ക് യു സോ അയ്യാ വെൽക്കം. ഓക്കെ ഗുഡ്. ടേക്ക് കെയർ. ആരും മഴയത്തൊന്നും പോവല്ലോ കേട്ടോ മക്കളെ. മഴയൊന്നും നനയാൻ പോവല്ലേ. പനിയൊന്നും പിടിപ്പിക്കല്. നല്ല കുട്ടികളായിട്ട് വീട്ടിൽ ഇരിക്കുക. ഇനി എല്ലാരും പോയി ലഞ്ച് കഴിച്ചു. പോയി ചോറ് കഴിക്കണി കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ.